ആണ്ടെ ടേബിളിൽ ഇരുന്ന് തിളച്ച് മറിയുന്ന ഈ ചട്ടി ലൈറ്റ് ഉണ്ടല്ലോ, ഇത് ഒരു ബീഫ് കുറുമയാണ്. ഈ ബീഫ് കുറുമ നമ്മൾ പതിയെ എടുത്ത് 2 പൊറോട്ടയുടെ മേളിലേക്ക് താളിച്ചങ്ങോട്ട് കൊടുത്തിട്ട് ഒരു പിടുത്തം അങ്ങോട്ട് പിടിക്കണം. എന്താ രസമെന്നറിയാവോ? ഈ കലാപരിപാടി നടക്കുന്ന വേറെങ്ങുമല്ല, നമ്മുടെ ബിജൂസിന്റെ തട്ടുകടയിലാണ്. ബിജൂസിന്റെ തട്ടുകട എന്ന് പറഞ്ഞാൽ നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ സകല തട്ടുകടക്കാരുടെ ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് ബിജൂസ് എന്നായതുകൊണ്ട് കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ പറഞ്ഞുതരാം. നമ്മുടെ 11-ാം മൈലിൽ, അതായത് ചേർത്തലയിൽ നിന്നും ആലപ്പുഴ റൂട്ടിലേക്ക് പോകുമ്പോഴുള്ള കിഴക്കേ സൈഡിലുള്ള 11-ാം മൈലിൽ നിലനിൽക്കുന്ന കടയാണ് നമ്മുടെ ഈ ബിജൂസിന്റെ തട്ടുകട. അതുപോലെ തന്നെ ഇൻസ്റ്റയിലേക്ക് എനിക്ക് പലരും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഈ തട്ടുകട ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ. അപ്പൊ അങ്ങനെ ഞാൻ വന്ന് ട്രൈ ചെയ്ത് നോക്കിയ കടയാണ് നമ്മുടെ ബിജൂസിന്റെ തട്ടുകട. ഇവിടെ ഫിഷ് ഐറ്റംസും അതുപോലെ തന്നെ ചിക്കൻ, അങ്ങനെ പല ഐറ്റംസും ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും കഴിക്കാനുള്ള സമയമില്ല. പക്ഷെ ഇതാണ് എന്നോട് പലരും പറഞ്ഞത്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് ഇവിടുത്തെ ബീഫ് കുറുമയാണ്. പക്ഷെ ഞാനത് കഴിച്ചു, അടിപൊളിയാണ്, ഒന്നും പറയാനില്ല, ടേസ്റ്റാണ്. അത് നമുക്ക് സെർവ് ചെയ്യുന്ന രീതി അതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ചട്ടിയിൽ അതിങ്ങനെ നല്ല തിളച്ച് മറിഞ്ഞ് ഇങ്ങനെ നേരെ നമ്മുടെ ടേബിളിൽ കൊണ്ടുവന്ന് വെക്കുമ്പോൾ അതെടുത്ത് ഇങ്ങനെ ചൂടോടുകൂടി നല്ല 2 പൊറോട്ടയോടെ കഴിക്കാൻ ഒരു രക്ഷയില്ല, പൊളി ടേസ്റ്റാണ്. ഇവിടുത്തെ മറ്റ് ഐറ്റങ്ങൾ കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. ലൊക്കേഷൻ വരുന്നത്, അതായത് ആലപ്പുഴ റൂട്ടിലേക്ക് പോകുമ്പോൾ 11-ാം മൈലിൽ കിഴക്കേ സൈഡിലാണ് ഈ ബിജൂസിന്റെ തട്ടുകട വരുന്നത്. അടിപൊളി, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.